മാസത്തിൽ 10-ാം തീയതിയാകുമ്പോൾ തന്നെ UAE-യിൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ ശമ്പളം എത്തും. പിന്നെ നാട്ടിലേക്ക് പണമയക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. ഇതിനായി രൂപയുടെ മൂല്യം കൂടുന്നതും കാത്തിരിക്കും. ചിലപ്പോഴൊക്കെ വലിയ ലാഭം പറ്റുന്ന സമയമൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ടി വരില്ല. അങ്ങനെ ഗൂഗിളും തപ്പി കാത്തിരിപ്പാകും. എന്നാൽ ഇപ്രാവശ്യം ഗൂഗിൾ നല്ല പണി പറ്റിച്ചു. സംഭവം ഇങ്ങനെ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാട്ടിലേക്ക് പണമയക്കാൻ പൊതുവെ പ്രവാസികൾ രൂപയുടെ മൂല്യം കൂടുന്നതും കാത്തിരിക്കുന്നത് സാധാരണയാണ്. ഈ മാസം തുടക്കം മുതൽ തന്നെ UAE ദിർഹമിന് 20 രൂപയിൽ താഴെയാണ് മൂല്യം രേഖപ്പെടുത്തിയിരുന്നത്. നിരക്ക് 20 കടന്നാൽ പണമയക്കാമെന്ന് കരുതി കാത്തിരുന്ന പ്രവാസികൾ ബുധനാഴ്ച ഉച്ചയോടെ ഗൂഗിളിൽ തപ്പിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം 24.72 രൂപയാണ് ഒരു ദിർഹമിന് ഗൂഗിൾ കാണിച്ച മൂല്യം. സർവകാല റെക്കോർഡ് പിന്നിട്ട് നിരക്ക് കുതിച്ചുയർന്നത് കണ്ടപ്പോൾ പലരും പണമയക്കാൻ തയ്യാറായി. എന്നാൽ ഗൂഗിൾ വിവരം വ്യാജമാണെന്ന് മണി എക്സ്ചേഞ്ചുകാരെ വിളിച്ചപ്പോഴാണ് പലരും അറിഞ്ഞത്. ഇങ്ങനെ രൂപയുടെ മൂല്യം കൂടിയത് പ്രവാസികൾക്കിടയിൽ കാട്ടുതീ പോലെ വ്യാപിക്കുകയുണ്ടായി. നിരന്തരം അന്വേഷണങ്ങൾ. സംഗതി ഇന്നലത്തെ പോലെ 20-ന് അടുത്തൊക്കെ തന്നെ തുടരുന്നുവെന്ന് അറിയിച്ചുവെങ്കിലും വിളിക്കുന്നവർക്ക് സംശയം മാറുന്നില്ല. ഗൂഗിളിൽ കാണിക്കുന്നുണ്ടല്ലോ എന്നായി. ഒടുവിൽ ഗൂഗിളിന് പിഴവ് പറ്റിയതായിരിക്കുമെന്ന് എക്സ്ചേഞ്ച് സെന്ററുകൾ ഉപഭോക്താക്കളെ അറിയിച്ചതോടെയാണ് പലർക്കും സമാധാനമായത്. ഇന്ത്യൻ രൂപയ്ക്കൊപ്പം പാകിസ്ഥാൻ നിരക്കും ഗൂഗിൾ നിരക്ക് കൂട്ടിക്കാണിച്ചതോടെ ആ നാട്ടുകാരും എക്സ്ചേഞ്ചുകളിലേക്ക് വിളി തുടങ്ങി. പൊറുതിമുട്ടിയ എക്സ്ചേഞ്ചുകാർ ഗൂഗിളിൽ നിരക്ക് മാറ്റാൻ ആരെയാണ് വിളിക്കേണ്ടതെന്നറിയാതെ കുഴങ്ങി. ഗൂഗിൾ നിരക്കാണെങ്കിൽ 24-ൽ നിന്നും 23-ലേക്ക് പിന്നീട് വീണ്ടും 24-ലേക്കും മാറിയും മറിഞ്ഞും നിൽക്കുകയാണ്. പിന്നാലെ പണമയക്കാൻ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ തുറന്ന പലർക്കും തെറ്റ് മനസ്സിലായി. ബാങ്കിൽ പരിശോധന നടത്താതെ ഗൂഗിളിനെ മാത്രം ആശ്രയിച്ചാൽ വൻ ചതി പറ്റുമെന്ന പാഠമാണ് പ്രവാസികൾക്ക് ഇതിൽ നിന്നും മനസ്സിലായത്. ബുധനാഴ്ച 19.90 രൂപയാണ് ഒരു ദിർഹമിന്റെ എമിറേറ്റ്സ് NBD ബാങ്കിലെ നിരക്ക്. മാസാദ്യത്തിൽ തന്നെ നാട്ടിലേക്ക് പണമയച്ച പലരും ഇത്ര വേഗം നിരക്ക് ഉയർന്നതിനാൽ വലിയ നഷ്ടം വന്നല്ലോ എന്ന നിരാശയിലായിരുന്നു. എന്നാൽ പിഴവാണെന്ന് മനസ്സിലായതോടെ അവർക്കും ആശ്വാസമായി. ഗൂഗിളും നോക്കി എക്സ്ചേഞ്ച് സെന്ററുകളിലേക്ക് ഓടിയവരുടെ കഥകൾ പിന്നാലെ സോഷ്യൽ മീഡിയയിലെ പ്രവാസി പേജുകളിൽ ട്രോളുകളുമായി മാറി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.